ഇന്നൊരു 3 ടയർ വെഡ്ഡിംഗ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ മെയ് 30 ഞങ്ങളുടെ 10ാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം അന്ന് ഞാൻ ഉണ്ടാക്കിയ കേക്കാണിത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു 3 ടയർ കേക്ക് ചെയ്ത് നോക്കിയത്. ഇത് മൂന്ന് ഫ്ലേവറിലുള്ള കേക്കാണ്. ഏറ്റവും താഴത്തെ കേക്ക് വരുന്നത് മിൽക്കി നട്ടിൻ്റെ കേക്കും, മിഡിലിൽ വരുന്നത് ചോക്ലേറ്റ് കേക്കും, ഏറ്റവും മുകളിലെത്തത് മാംഗോ ട്രഫിളും ആണ്. ഈ ഒരു മാംഗോ ട്രഫിളിൻ്റെ റെസിപ്പി ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ടയർ ചെയ്യാൻ എടുക്കുന്ന കേക്ക് ടിന്നിൻ്റെ ഇഞ്ചസ് മിനിമം ഒരു 2 ഇഞ്ചെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഏറ്റവും വലുത് 10, പിന്നെ 8, പിന്നെ 6 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ മിൽക്കി നട്ടിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേപോലെ 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് ഇതൊരു 2 തവണ അരിച്ചെടുക്കാം. ഇനി ഒരു 8 മുട്ടയുടെ എഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഈ വൈറ്റിൽ അല്പം ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ്. അപ്പം അതിൻ്റെ പകുതി ഈ വൈറ്റിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഈ യോക്കിലേക്ക് 2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് എഗ് യോക്കൊക്കെ ഇവിടെ നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത ശേഷം 1/2 കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്തിട്ട് ഈ ബീറ്റർ വെച്ച് തന്നെ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എഗ് വൈറ്റിൽ നിന്നും കുറേശ്ശെയായി ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 10 ഇഞ്ചിൻ്റെ ഒരു അലൂമിനിയം ബിരിയാണി പോട്ടിലാണ് ഞാനിത് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ 10 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്ന് ഇല്ലായിരുന്നു. അതിന് താഴെയും സൈഡിലൊക്കെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കത്തി വെച്ച് ആക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ടും എടുക്കാം. ഇനി ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിന് മുകളിലാണ് ഈ ഒരു ടിന്ന് വെച്ച് കൊടുക്കുന്നത്. ആദ്യത്തെ ഒരു 3-4 മിനിറ്റ് ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാം. അതിനുശേഷം ഇത് സിമ്മിലേക്ക് മാറ്റിയിട്ട് ഒരു 50 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഈ കേക്ക് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ ഏറ്റവും വലിയ അടുപ്പാണിത്. അപ്പോൾ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 8 മുട്ടയ്ക്ക് ഈ ഒരു പാത്രത്തിൽ ഇത് നല്ല ഹൈറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു 4 ലെയർ ആക്കാൻ വേണ്ടി മാത്രമുള്ള ഹൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് 3 ലെയർ മതിയെങ്കിൽ ഒരു 7 മുട്ട എടുത്താൽ മതിയാവും. അപ്പോൾ 3 സ്പോഞ്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം തയ്യാറാക്കിയ മിൽക്കി നട്ടിലുള്ള വൈറ്റ് സ്പോഞ്ച്, പിന്നെ ഒരു 4 മുട്ട വെച്ചിട്ട് ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും കാണിക്കുന്നില്ല. പിന്നെ ഒരു 2 മുട്ട വെച്ചിട്ട് ഒരു മാംഗോൻ്റെ സ്പോഞ്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തലേന്ന് തന്നെ സ്പോഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്നാണ് ഇത് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ എല്ലാ കേക്കും 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം മിൽക്കി നട്ടിൻ്റെ കേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കേക്ക് ബോർഡിൽ അല്പം ക്രീമാക്കിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഞാനിത് 3 ലെയറായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കുണ്ട്. പിന്നെ ഇത് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് തിളപ്പിച്ചിട്ട് ചൂടൊക്കെ മാറിയ ശേഷം ഒന്ന് തണുപ്പിച്ചെടുത്തതാണ്. അത് വെച്ചിട്ട് ഇത് മുഴുവനായിട്ട് വെറ്റ് ചെയ്തെടുക്കാം.
ഇനി അതിന് മുകളിൽ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 കേക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഫിയോനയുടെ 1 kgൻ്റെ ഒരു മുഴുവനായിട്ടുള്ള പാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും അതേപോലെ മാംഗോൻ്റെ ഗനാഷും ഉണ്ടാക്കാനുള്ള ക്രീം ഈ ഒരു പാക്കിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രീം സ്പ്രെഡ് ചെയ്ത ശേഷം ഇതിന് മുകളിലായിട്ട് വൈറ്റ് ഗനാഷ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എടുത്തതാണ്. അതിന് മുകളിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബദാമും കാഷ്യൂസും ആണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ കേക്കും വെച്ചിട്ട് ഇത് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ക്രീമാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് അതിന് മുകളിൽ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. അതിന് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ക്രീം സ്പ്രെഡ് ചെയ്യുന്നത്. ക്രീമിന് മുകളിലും കുറച്ച് ഗനാഷ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ 2 ലെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചോക്ലേറ്റ് ക്രീം ആക്കിയിട്ടുള്ളത്. പുറത്ത് വൈറ്റ് ക്രീം വെച്ചിട്ടാണ് കോട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം ഇതൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 1/4 മണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുക്കാം. അതിനുശേഷം വൈറ്റ് ക്രീം വെച്ചിട്ട് ഇത് മുഴുവനായിട്ട് സെക്കൻഡ് കോട്ടും ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കേക്ക് മുഴുവനായിട്ട് സെക്കൻഡ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒരു 1/4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. അതിനുശേഷം ഫസ്റ്റ് ചെയ്തിട്ടുള്ള മിൽക്കി നട്ടിൻ്റെ കേക്കിന് മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് സ്ട്രോ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് സ്ട്രോ വെച്ചാൽ മതി. ഈ ഒരു കേക്ക് ഞാൻ സെക്കൻഡ് കോട്ടൊന്നും ചെയ്തിട്ടില്ല. ഇതിന് മുകളിൽ നമുക്ക് റോസറ്റ് ഫ്ലവേഴ്സ് വരക്കാനുള്ളതാണ്. ഇനി അതിന് മുകളിൽ നടുവിലായിട്ട് ഈ ഒരു ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ബേസോട് കൂടിയാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. ബേസ് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി റോസറ്റ് ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 കളറിലുള്ള ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേതിൽ അല്പം ക്രീം എടുത്തിട്ട് അതിലേക്ക് ഒരു ഡ്രോപ്പ് ഓറഞ്ചിൻ്റെ കളറും പിന്നെ അടുത്തതിൽ ഒരു ഡ്രോപ്പ് യെല്ലോ കളർ പിന്നെ അതിൽ ലൈറ്റായിട്ട് ഒരു യെല്ലോ കളർ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ റോസറ്റ് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. ഈ ഒരു നോസിൽ നൂറിൻ്റെ N1 നോസിലാണ്. അങ്ങനെ താഴത്തെ കേക്കിൽ മുഴുവനായിട്ട് റോസറ്റ് ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലത്തെ കേക്കിൽ സ്ട്രോ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് മാംഗോൻ്റെ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പം അതിൽ ബേസൊന്നും വെച്ചിട്ടില്ല. ഇനി ഒരു പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ അതിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് മുഴുവനായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് ഇതേപോലെ മാംഗോ കേക്കിൻ്റെ താഴെ ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ അല്പം കൂടി ഒന്ന് ഹോൾസ് ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് അതേപോലെ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി താഴെ ഈ റോസറ്റ് ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഒരു പർപ്പിൾ കളർ ക്രീം എടുത്തിട്ട് ഈ ഒരു നോസിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫ്ലവർ ആക്കി കൊടുക്കാം.
ഇപ്പം മിഡിലുള്ള ഈ ഒരു വൈറ്റ് കേക്കിന് അവിടെ ഇവിടെ ആയിട്ട് മാംഗോൻ്റെ ഗനാഷ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തിക്കാക്കിയ ശേഷം ഡോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെഡ്ഡിങ് കേക്ക് ആയതുകൊണ്ട് മുകളിലൊരു ടോപ്പറും കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ടോപ്പറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബ്ലാക്ക് ചാർട്ട് പേപ്പറിൽ ഇതേപോലെ ഒന്ന് എഴുതിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് ഒരു സ്റ്റിക്കിൽ ഒട്ടിച്ച് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് 3.5 കിലോയ്ക്ക് അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ വെഡ്ഡിങ് കേക്കിൻ്റെ റേറ്റ് ഇടുന്നത് ഏത് ഫ്ലേവറിലുള്ള കേക്കാണോ അതിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ടാണ്. അതേപോലെ എക്സ്ട്രാ നമ്മൾ ടോപ്പറൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റും പിന്നെ പാക്കിങ്ങിൻ്റെ റേറ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.